എറണാകുളത്ത് പനി ബാധിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കൊല്ലങ്കോട് പടയാട്ടി സ്വദേശി ജനീറ്റയാണ് മരിച്ചത്. ഇന്ന് രാവിലെ പനി കൂടിയതിനെ തുടർന്നാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആസിഫ് മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ആസിഫ്, കുഞ്ഞിന്റെ ആരോഗ്യനില അത്രത്തോളം മോശമായിരുന്നോ ഈ ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ? ബിജില് 12 വയസ്സുകാരി ജനീറ്റയാണ് പനി ബാധിച്ച് ഇപ്പോൾ മരണപ്പെട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ചികിത്സ തേടുകയും മരുന്നുകളും മറ്റും കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ പനി വലിയ രീതിയിൽ പനി കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മാതാപിതാക്കൾ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിരുന്നു പിന്നീടുള്ള മണിക്കൂറുകളിൽ. അങ്ങനെയാണ് ഇപ്പോൾ കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. മഞ്ഞപ്പുറ സെൻറ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ജനീറ്റ. 2 ദിവസമായി ജനീറ്റ ഈ പനി ബാധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരുന്നും മറ്റും കാര്യങ്ങളും നൽകി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇന്ന് പുലർച്ചെയാണ് വലിയ രീതിയിൽ പനി കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അയ്യമ്പുഴ കൊല്ലങ്കോട് ഷിജു ജാസ്മി ദമ്പതികളുടെ മകളാണ് ജനീറ്റ. മഞ്ഞപ്പുറ സെൻറ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയൊക്കെ ഉണ്ടായിരുന്നു. ചികിത്സ തേടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പുലർച്ചെ വീണ്ടും പനി വലിയ രീതിയിൽ വർദ്ധിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുകയുമായിരുന്നു. കുഞ്ഞ് ശരി, വ്യക്തമാണ്. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. 2 ദിവസമായി കുട്ടിക്ക് കടുത്ത പനി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്.